കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവീൻ ഇന്ന് അമ്പലത്തിൽ വെച്ച് ഒരു പെൺകുട്ടി ഓടിപ്പോകുന്നത് കണ്ടപ്പോൾ അത് എൻ്റെ ഗാഥ ഓടിപ്പോകുന്നത് പോലെ തോന്നി. മാത്രമല്ല ആ പെൺകുട്ടി മറന്നു വെച്ച ചന്ദനം ഞാനെടുത്ത് തൊട്ടപ്പോൾ അതെനിക്ക് എൻ്റെ ഗാഥ തന്നെ തൊട്ട് തരുന്ന പോലെ ഫീൽ ചെയ്തു എന്നൊക്കെ നവീൻ പറയുന്നത് കേട്ട് മാണിക്കുഞ്ഞ് നവീനെ കളിയാക്കോ, ഒന്ന് പോ സാറേ, സാർ എന്തൊക്കെയാണ് പറയുന്നത്? അല്ലെങ്കിൽ തന്നെ ഗാഥ മാഡത്തിന് സാറിനെ കണ്ട അങ്ങനെ ഓടിപ്പോകേണ്ട കാര്യമുണ്ടോ? ഗാഥാമാഡി ഇപ്പോൾ എവിടെയാണുള്ളതെന്ന് സാറിന് വ്യക്തമായിട്ട് അറിയാമല്ലോ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സാറിൻ്റെ ഗാഥാമാഡത്തെ വിളിച്ച് ചോദിക്കാവുന്നതല്ലേ ഉള്ളൂ. എടോടോ, തന്നോടൊക്കെ ഈ കാര്യം പറഞ്ഞാൽ എന്നെ വേണം പറയാനായിട്ട്. താ ഫോൺ വെച്ചോ. അങ്ങനെ പറഞ്ഞ് മാണിക്കുഞ്ഞിനെ കൊണ്ട് ഫോൺ കട്ടേപ്പിക്കുവാണ്. ഈ സമയം മാണിക്കുഞ്ഞ് പറയണേ, എന്നാലും എൻ്റെ ദൈവങ്ങളെ, ഇങ്ങനെ നടന്ന എൻ്റെ സാറായിരുന്നു. ഇപ്പം കണ്ടില്ലേ, പാമ്പ്, തോന്നൽ, അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് നടക്കുവാണ് പാവ സാറും. പിന്നീട് കാണിക്കുന്നത് ഗാഥയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സിത്താരേനെയും സിനീനെയാണ് കേട്ടോ. മോളെ, നീ ഒന്ന് സമാധാനമായിട്ടിരിക്കും. നീ ആദ്യം നിൻ്റെ മനസ്സിനൊന്ന് ശാന്തമാക്ക്. ഈ പാമ്പൊന്നുമില്ലാന്ന് നിൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ നോക്ക്. മമ്മിക്ക് അങ്ങനെയൊക്കെ പറയാം. എത്ര തവണയാണ് ഞാൻ ആ പാമ്പിനെ കാണുന്നത്? കളരിക്കൽ നിന്നിട്ട് പാമ്പിനെ കണ്ട് അവിടെ നിൽക്കാൻ പോലും പറ്റാതെ എൻ്റെ സ്വസ്ഥത പോയി. അങ്ങനെ ഗസ്റ്റ് ഹൗസിലേക്ക് മാറി താമസിച്ചത്. അപ്പോൾ അവിടെയും പാമ്പിനെ കണ്ടു. അതല്ലാണ്ട് തോന്നലാണെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് അത് സമ്മതിച്ചു കൊടുക്കുന്നത്? അന്നേരം സിനിമ പറയണേ, ഗാഥ മേഡം, കുടുംബജീവിതത്തിലാകുമ്പോൾ രണ്ടാളും തമ്മിൽ പരസ്പരം അല്പം വിട്ടുവീഴ്ചകളൊക്കെ ചെയ്താലേ കുടുംബജീവിതം മുൻപോട്ട് അത് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അന്നേരം സിതാര സിനിയോട് പറയണേ, സിനിക്ക് കുടുംബജീവിതം നയിച്ച് മുൻപരിചയം മറ്റുമുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയുള്ളപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ നിൽക്കണ്ട. എൻ്റെ മോൾക്ക് ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങളും മറ്റും കൊടുക്കാൻ എനിക്കറിയാം. എന്നിട്ട് സിതാര ഗാഥയോട് പറയണേ, മോള് വാ, റൂമിലേക്ക് വന്നിരിക്കുക, നമുക്ക് സംസാരിക്കാം. അന്നേരം ഗാഥ ചോദിക്കണേ, എന്തിനാ നവീൻ കൊണ്ടുപോയതുപോലെ ഇനി മമ്മിക്കും എന്നെ ഏതെങ്കിലും സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുചെല്ലാം ആക്കാനാണോ? മോള് എന്തൊക്കെയാണ് പറയുന്നത്? മമ്മി എങ്ങനെ ചെയ്യുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? ആദ്യം നിൻ്റെ ഭയമൊക്കെ ഒന്ന് മാറണം. അത് മാറണ്ടേ? അതിനു വേണ്ടി ഞാൻ പറഞ്ഞത്. ഈ സമയം സുനന്ദ ചായയുമായിട്ട് അങ്ങോട്ടേക്ക് എത്തുക. ഇത് ഗാഥ മാഡത്തിനുള്ള ചായയാണ്. മാഡം ഇങ്ങോട്ടേക്ക് വന്നതല്ലേ, അപ്പോൾ കുടിക്കാനായിട്ട് എന്തെങ്കിലും? അന്നേരം സിത്താര സുനന്ദയോട് പൊട്ടിത്തെറിക്കുക. നിന്നോട് ആരെങ്കിലും എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞോ? ന്യൂസ് പിടിക്കാനായിട്ട് ഓരോന്നും പറഞ്ഞിറങ്ങിക്കോളും, മര്യാദക്ക് അകത്ത് കയറിപ്പോ എന്ന് പറഞ്ഞ് സുനന്ദയോട് ദേഷ്യപ്പെടുവാണ്ടോ സിത്താര. ഈ സമയം ഗാഥയെ സമാധാനിപ്പിച്ചുകൊണ്ട് സിത്താര റൂമിലേക്ക് കൊണ്ടുപോകുകയാണ്. പിന്നീട് കാണിക്കുന്നത് അവിടെ ഒരു മരത്തിൻ്റെ തണലിൽ വന്ന് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കൃഷ്ണയാണ് കേട്ടോ. ഈ സമയം കരഞ്ഞുകൊണ്ടിരിക്കുന്ന കൃഷ്ണയെ കാണുന്നതും ഗോപാലനരികിലേക്ക് ചെല്ലുക. എന്തു പറ്റി? എന്താ മോൾ എന്തെങ്കിലും വിഷമിച്ചിരിക്കുന്നത്? ഇന്ന് നവീനെ വീണ്ടും കണ്ടോ? അതെ ഗോപാലമാമ. എവിടെ വെച്ചാൽ മോൾ നവീനെ കണ്ടത്? ഇന്ന് അമ്പലത്തിൽ പോയപ്പോൾ നവീനെ അവിടെ വെച്ച് കണ്ടായിരുന്നു ഞാൻ. മോൾ എത്ര തവണ നവീനെ കാണരുതെന്ന് വിചാരിച്ചാലും ദൈവം തന്നെ മോളുടെ അടിയിലേക്കാണ് നവീനെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ നിന്ന് ഒരേ ഒരു കാര്യം വ്യക്തമാവുന്നത്, മനുഷ്യരെ എത്ര തമ്മിൽ വേർതിരിക്കാൻ നോക്കിയാലും നിങ്ങൾ രണ്ടാളെയും ഒന്നിച്ച് ചേർത്തത് ആ ദൈവമാണ്. ആ ദൈവം നിങ്ങളെ ഒന്നിച്ച് ജീവിക്കാൻ തന്നെയാണ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. അതിൻ്റെ സൂചനയാണ് ഈ കാണുന്നതെല്ലാം. മനസ്സിന് ഒരു സമാധാനമില്ല ഗോപാലമാമ, ശരീരമൊക്കെ തളരുന്നത് പോലെയാണ്. തൽക്കാലം ഞാൻ വീട്ടിലേക്ക് പോയാലോ എന്ന് ആലോചിക്കുന്നത്. മോൾ അങ്ങനെ പറയുമ്പോൾ പിന്നെ ഞാനെങ്ങനെയാണ് മോളെ നിർബന്ധിക്കുക? മോൾ പോയിക്കോ, റെസ്റ്റ് എടുത്തോ. പക്ഷേ കയ്യിലുള്ള ലോട്ടറി ടിക്കറ്റ് ഒന്നും തന്നെ വിറ്റ് തീർന്നിട്ടില്ല. അതൊന്നും എടുത്ത് മോൾ ടെൻഷൻ ആവേണ്ട, അത് ഞാൻ ആരുടെയെങ്കിലുമൊക്കെ തലയിൽ കെട്ടി വെച്ചോളാം. മോൾ ചെല്ലും. ഈ സമയം കൃഷ്ണ ചോദിക്കണേ, ഗോപാലമാമ, ഞാനും അമ്മയും കൂടി ഗോപാലമാമയ്ക്ക് ഒരു ബാധ്യതയായിട്ട് ഇപ്പോൾ തോന്നുന്നുണ്ടോ? നിൻ്റെ സ്ഥാനത്ത് ഇപ്പം മറ്റാരെങ്കിലും ആയിരുന്നു ഇതെന്നോട് ചോദിച്ചിരുന്നെങ്കിൽ എൻ്റെ പ്രതികരണം ഇങ്ങനെയായിരിക്കില്ല. ചോദിച്ചവൻ്റെ കാരണത്തിട്ടൊന്ന് ഞാൻ പൊട്ടിച്ചേനെ. നീ എൻ്റെ മകളെ പോലെയാണെന്ന് ഞാൻ വെറുവാക്ക് പറയുന്നതല്ല. ഗോപാലനും സുനന്ദയും കുറച്ച് ദരിദ്രരാണ്. ഞങ്ങളെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. പക്ഷേ മനസ്സിൽ നിറയെ കളങ്കമില്ലാത്ത സ്നേഹമുണ്ട്. ഞങ്ങൾ നിന്നെ കാണുന്നത് ഞങ്ങളുടെ മൂത്ത മോളെ പോലെ തന്നെയാണ്. അതിലിനി ഒരു മാറ്റവും ഇല്ല. അതുകൊണ്ട് ഇനി ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ച് നീ ഞങ്ങളെ ഒരിക്കലും വിഷമിപ്പിക്കരുത്. അങ്ങനെ അതൊക്കെ കേട്ടിട്ട് ഒത്തിരി സന്തോഷത്തോടെ കൃഷ്ണ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ഗോപാലൻ പറയണേ, പാവം എൻ്റെ കൃഷ്ണമോള് എങ്ങനെ നടന്ന കുട്ടിയാ, എത്ര ഉത്സാഹത്തോടെ നടന്നതാ. നവീനുമായിട്ടുള്ള ആ കല്യാണത്തോടെ എൻ്റെ കുട്ടിയുടെ എല്ലാ ഉത്സാഹവും തകർന്നു, എൻ്റെ കുട്ടിയുടെ ജീവിതവും തകർന്നു എന്ന് പറഞ്ഞാൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുവാണ് കേട്ടോ ഗോപാലൻ. പിന്നീട് കാണിക്കുന്നത് നടന്ന കാര്യങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്ന നവീനെയാണ് കേട്ടോ. അന്നേരം നവീൻ്റെ സങ്കടം കാണുന്നതും സുമിത്രക്കും വല്ലാതെ സങ്കടമാണ്. സുമിത്ര പറയണേ, മോനെ നീ ഇങ്ങനെ വിഷമിക്കാതിരിക്കുക, നീ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. ഗാഥമ്മളുടെ മനസ്സിൽ ഇത്തരം ഭയമുള്ളപ്പോൾ അത് മാറ്റാനും അവളുടെ ആ ഭയമൊക്കെ മാറ്റി അവളെ പഴയ പോലെ കൊണ്ടുവരാനും നീ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി അതിനുള്ള മാർഗ്ഗങ്ങൾ നോക്കി. അതിലിപ്പോൾ എന്ത് തെറ്റാണ് പറയാനുള്ളത്? ഒരു ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിന് ചെയ്യാൻ പറ്റുന്നൊരു കടമയെ നീ ചെയ്തിട്ടുള്ളൂ. അത് ആർക്കും തെറ്റു പറയാൻ പറ്റില്ല. കുറച്ച് വൈകിയാണെങ്കിലും ഗാഥ സിത്താരയ്ക്ക് നിൻ്റെ മനസ്സിലെ നന്മ എന്താണെന്ന് തിരിച്ചറിയും. അന്നേരം നവീൻ പറയുന്നുണ്ട്, സിത്താര മേഡം ഒരിക്കലും മനസ്സിലാക്കില്ല. ഗാഥ പറയുന്നത് എന്തോ അത് മാത്രമേ സിത്താര മേഡം വിശ്വസിക്കൂ. ഗാഥയാണെങ്കിൽ ഞാൻ അയാളെ ഭ്രാന്തിയാക്കാൻ നോക്കിയെന്ന് പറഞ്ഞ് നടക്കുക. സത്യം പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ. ഈ സമയം മുത്തശ്ശി അങ്ങോട്ടേക്ക് വരിക. എന്തു പറ്റി?
എന്താ സുമിത്രേ നവീന് പറ്റിയത്? അന്നേരം നവീൻ മുത്തശ്ശിയുടെ അരികിലേക്ക് വരുക. മുത്തശ്ശി, ഹോസ്പിറ്റലിൽ വെച്ച് വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഗാഥയല്ലേ ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. അയാൾ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? എനിക്ക് അയാളുടെ ഈ മാറ്റം സഹിക്കാൻ പറ്റുന്നില്ല. നവീൻ, നീ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് സുമിത്ര ചോദിക്കുക. എന്നിട്ട് പറയണേ, ഹോസ്പിറ്റലിൽ തിരിച്ചു വന്ന അതേ ഗാഥ തന്നെ ഇപ്പം നമ്മുടെ ഇപ്പോൾ ഉള്ളത്. ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ അവളുടെ ഡ്രസ്സിങ് കണ്ടിട്ട് നീ ചോദിച്ചില്ലേ? അപ്പോൾ ഗാഥമോൾ എന്താ പറഞ്ഞത്? ഇത് മമ്മിയുടെ ഇഷ്ടമാണ്, നവീൻ്റെ ഇഷ്ടത്തിനായിരുന്നെങ്കിൽ ഞാനൊരു നോർമൽ ഡ്രസ്സിൽ ഇടുമെന്നല്ലേ. സിത്താരയുടെ മകളെന്നുള്ള എല്ലാ അഹങ്കാരങ്ങളും മോഡുകളും എല്ലാം മാറ്റിവെച്ച് ഒരു സാധാരണക്കാരിയെ കുട്ടിയെപ്പോലെയല്ലേ നമ്മുടെ ഒപ്പം അവൾ ഇവിടെ ഇത്രയും നാളും ജീവിച്ചത്. നമ്മുടെ എല്ലാവരുടെ മനസ്സ് കീഴടക്കിയില്ലേ അവളുടെ നല്ല സ്വഭാവം കാരണം. ആശുപത്രിയിൽ നിന്ന് വന്ന് വീണ്ടും ഇവിടെ പാമ്പിനെ കണ്ടപ്പോൾ താൻ ഇത്രയൊക്കെ ത്യാഗം സഹിച്ചിട്ടും പാമ്പിൻ്റെ നാഗശാപം മാറിയില്ലല്ലോ എന്നുള്ള ടെൻഷനിലും ഭയത്തിലുമാണ് ഗൗതമോൾ ഇങ്ങനെ തകർന്നു പോയത്. അതിന് ആ കുട്ടിക്ക് കുറച്ച് സമയം കൊടുക്കണം നമ്മൾ. അത് കഴിഞ്ഞാൽ അവൾ നമ്മുടെ പഴയ ഗാഥയായിട്ട് തന്നെ തിരിച്ചു വരും. അന്നേരം നവീൻ സങ്കടത്തോടെ പറയണേ, എനിക്കെൻ്റെ പഴയ ഗാഥയെ വേണം മുത്തശ്ശി. ഈ സമയം മുത്തശ്ശി പറയുന്നുണ്ട്, നവീൻ നീ വിഷമിക്കാതിരിക്കുക, നിനക്ക് നിൻ്റെ പഴയ ഗാഥയെ ഉടനെ തന്നെ തിരികെ തന്നിരിക്കും ഞാൻ. അത് ഈ മുത്തശ്ശിയുടെ വാക്കാണ്. അതോർത്ത് നീ ഇനി വിഷമിക്കേണ്ട, ഇതിനൊരു പരിഹാരം ഞാൻ കാണുന്നുണ്ട്. അന്നേരം നവീൻ ചോദിക്കുക, എല്ലാത്തിനും പൂജയും പരിഹാരങ്ങളും ഒക്കെ തിരുമേനി പറഞ്ഞു തരാറില്ലേ? ഇതിന് എന്ത് പരിഹാരം അവർ പറഞ്ഞു തന്നിട്ടുള്ളത്? നീ സമാധാനത്തോടെ ഇരിക്കുക. ഇത്ര നാളും ഈ കുടുംബത്തെ വേട്ടിയിടായിരുന്ന നാഗശാപം മാറ്റാൻ പറ്റിയില്ലേ? അതിനുശേഷം വരുന്ന ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അധികം വൈകാതെ തന്നെ മാറ്റും. കുറച്ച് നാൾ നീ കാത്തിരിക്കേണ്ടി വരുമെന്നേ ഉള്ളൂ. പക്ഷേ നിൻ്റെ ഈ സങ്കടം ഈ മുത്തശ്ശിക്ക് നീ കണ്ടു നിൽക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് തന്നെ മുത്തശ്ശി പരിഹരിച്ച് തരാം. അങ്ങനെ പറഞ്ഞ് നവീൻ ആത്മവിശ്വാസം കൊടുക്കുവാൻ കേട്ടോ മുത്തശ്ശി. പിന്നീട് കാണിക്കുന്നത് ഗോപാലൻ സുനന്ദയെ ഫോണിൽ വിളിക്കുന്നതാണ്. അന്നേരം സുനന്ദ ഫോൺ എടുക്കുക. അപ്പോൾ ഗോപാലൻ പറയുവാണ്, സുനന്ദേ, ഞാൻ വെറുതെ നിന്നപ്പോൾ നിന്നെ വിളിച്ചു എന്നേ ഉള്ളൂ. കൃഷ്ണമോള് വീട്ടിലേക്ക് തിരിച്ചുപോയി. അവൾക്ക് ചെറിയ സുഖമില്ലെന്നാണ് പറയുന്നത്. അയ്യോ, എന്തു പറ്റി? മരുന്ന് വല്ലതും വാങ്ങിക്കേണ്ടി വരുമോ? ഏയ്, അങ്ങനെ അത്ര വലിയ അസുഖമൊന്നുമല്ല. ഇത് മനസ്സിൻ്റെ പ്രശ്നമാണ്. അവളിന്ന് അമ്പലത്തിൽ പോയപ്പോൾ അവിടെ വെച്ച് നവീനെ കണ്ടതും ആ കുട്ടി പാവം ആകെ തകർന്നു പോയി. നവീനെ അവൾക്ക് മനസ്സിൽ പറിച്ചെടുത്ത് മാറ്റാൻ കഴിയുന്നില്ല. ഭഗവാൻ എന്തിനാണോ എന്തോ ആ കുട്ടിയെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്. ഈ സമയം സുനന്ദ പറയണേ, നവീൻ എന്താണെങ്കിലും കൃഷ്ണമോൾക്ക് തന്നെയുള്ളതായിരിക്കും. അതിനുള്ള ചില സൂചനകളായി ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇവിടെ ഗാഥ തിരികെ എത്തിയിട്ടുണ്ട്. നവീനുമായിട്ട് ഒരസീറ്റാണ് ഇവിടെ തിരികെ എത്തിയിരിക്കുന്നത്. എന്തൊക്കെയോ ചില പ്രശ്നങ്ങളും പുകച്ചിലുകളൊക്കെ നടക്കുന്നുണ്ട്. സിതാര മാഡം ഗാഥയെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഗാഥ അമ്പിനും വിലു എടുക്കുന്നില്ല. ഇനി അങ്ങോട്ട് തിരിച്ചു പോകുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്താണെങ്കിലും കൂടുതൽ കാര്യമൊക്കെ ഞാൻ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ പറയാം. ഞാൻ കുറച്ചുകൂടി ഒന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കട്ടെ. അപ്പോൾ ഇപ്പോഴും പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നാണോ നീ പറയുന്നത്? അങ്ങനെ തന്നെ നമുക്ക് ചിന്തിക്കാമെന്നേ. എന്താണെങ്കിലും കൃഷ്ണമോളുടെ സങ്കടം ദൈവങ്ങൾ ഒരിക്കലും കണ്ടില്ലെന്ന് നടിക്കില്ല, അതെനിക്ക് ഉറപ്പാണ്. പിന്നീട് കാണിക്കുന്നത് നന്ദനും മുത്തശ്ശിയും കൂടി സംസാരിക്കുന്നതാണ്. നന്ദനാണെങ്കിൽ നവീൻ്റെ അവസ്ഥ കണ്ടിട്ട് ആകെ സങ്കടത്തിലിരിക്കുവാണ്. അമ്മേ, നവീൻ്റെ അവസ്ഥ കണ്ടില്ലേ? പാവം, അവൻ ആകെ അങ്ങ് തളർന്നു പോയതുപോലെ. ശരിയാ നന്ദായി പറഞ്ഞത്. ഗാഥയുടെ പെരുമാറ്റം അവൻ്റെ മനസ്സിനെ വല്ലാതെ തളർത്തി കളഞ്ഞിട്ടുണ്ട്. പഴയ ഗാഥയല്ല തൻ്റെ കൂടെയുള്ളതെന്ന് നവീൻ ആവർത്തിച്ച് പറയുവാണ്. നമുക്കെല്ലാം അറിയാൻ പറ്റും സത്യം എന്താണെന്ന്. ശരിക്കും ഗാഥയല്ല, കൃഷ്ണയായിരുന്നല്ലോ ഇത്ര നാൾ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അവൻ്റെ മനസ്സ് കീഴടക്കിയതും അവളാണ്. കൃഷ്ണമോൾക്കും തിരിച്ച് അവനോട് ഒത്തിരി ഇഷ്ടമാണ്. അതെനിക്ക് മനസ്സിലായ കാര്യം തന്നെയാണ്. എങ്ങനെയാമേ നമ്മൾ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുക? പരിഹാരം കണ്ടെത്തണമെങ്കിൽ എല്ലാ സത്യങ്ങളും അറിയിക്കേണ്ടവരറിയിക്കണം. നവീനുണ്ട് സത്യങ്ങൾ തുറന്നു പറയാനാണോ അമ്മ പറയുന്നത്? നവീനെ തൽക്കാലം ഇപ്പോൾ അറിയിക്കേണ്ട. അതിനു മുമ്പ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ട മറ്റൊരാളുണ്ടല്ലോ, കൃഷ്ണമോളോട് സത്യങ്ങൾ പറയണം. അവളുടെ മനസ്സിൽ എന്താണെന്ന് അറിയണം. അവൾ നവീനു വേണ്ടി തിരികെ വരണം. എന്നാൽ മാത്രമേ നവീനോടും നമുക്ക് സത്യങ്ങൾ തുറന്നു പറയാൻ പറ്റൂ. അന്നേരം നന്ദൻ പറയണേ, നവീൻ ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ എന്താണെങ്കിലും ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. നമ്മളും കൂടി ചേർന്ന് അവനെ ചതിക്കുകയല്ലേ ചെയ്തത്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, ശരിയാ, അവനത് ആദ്യം ഉൾക്കൊള്ളാൻ പറ്റില്ല. പിന്നീട് അവൻ കാര്യങ്ങൾ മനസ്സിലാക്കും. ഏതായിരുന്നു നല്ലത്, ഏതായിരുന്നു ചീത്ത എന്ന് അവൻ തിരിച്ചറിയുക തന്നെ ചെയ്യും. അന്നേരം അവനും കൃഷ്ണയും തമ്മിൽ തന്നെ ഒന്നിക്കും. ഞാനെന്താണെങ്കിലും ഇപ്പം തന്നെ കൃഷ്ണമോളെ ചെന്ന് കാണാം, അവളെ കണ്ട് സംസാരിക്കാം. അന്നേരം നന്ദൻ പറയണേ, ഞാനും വരട്ടെ അമ്മേ? ഏയ്, നീ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. തങ്കത്തിനോടും കാര്യങ്ങൾ പറയണം. അല്ല, തങ്കത്തിനും കൃഷ്ണമോൾക്കും സിത്താരയോടുള്ള കടപ്പാട്, അതിൻ്റെ പേരിൽ അവർ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുമോ? അന്നേരം മുത്തശ്ശി പറയുവാണ്, അങ്ങനെ നവീനെ പൂർണ്ണമായിട്ടും മറന്ന് ഒഴിഞ്ഞു മാറിപ്പോകാൻ കൃഷ്ണയെ കൊണ്ടാവില്ല, അതെനിക്ക് ഉറപ്പാണ്. ഞാനെന്താണെങ്കിലും ഇപ്പം തന്നെ കൃഷ്ണമോളുടെ അരികിലേക്ക് പോകുവാണ്. അങ്ങനെ പറഞ്ഞ മുത്തശ്ശി കൃഷ്ണയുടെ അരികിലേക്ക് പുറപ്പെടുവാണ്.
ഈ സമയം സുമിത്രയാണെങ്കിൽ നവീൻ്റെ അരികിലേക്ക് വരുക. മോനെ, നീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കല്ലേ. നിങ്ങൾ രണ്ടാളും ഇങ്ങനെ പരസ്പരം വാശി പിടിച്ച് നിന്നാൽ നിങ്ങളുടെ ജീവിതം അങ്ങും ഇങ്ങും എത്താതെ പോകും. ദാമ്പത്യ ജീവിതത്തിൽ ആരെങ്കിലും ഒരാളൊക്കെ ഇടയ്ക്ക് വിട്ടുകൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. മോനിപ്പോൾ ഗാതമോളുടെ മുമ്പിൽ ഒന്ന് തോറ്റു കൊടുത്തു എന്ന് വെച്ച് ഒരു കുഴപ്പമില്ല. മോനൊരു കാര്യം ചെയ്യ്, ഇപ്പം തന്നെ ഗാതയെ ഫോണിൽ വിളിക്ക് നവീൻ. അങ്ങനെ അമ്മയുടെ വാക്കുകൾ കേട്ട് നവീൻ ഗാഥയുടെ ഫോണിലേക്ക് വിളിക്കുവാണ് കേട്ടോ. ഈ സമയം നവീൻ്റെ കോൾ കാണുന്നതും ഗാഥ ഫോൺ എടുക്കാതെ അത് കട്ട് ചെയ്ത് കളയുവാണ്. ഇത് സിത്താര ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം നവീൻ പറയണേ, ഗാഥ ഫോൺ എടുക്കുന്നില്ല അമ്മേ, നീ ഒന്നുകൂടി വിളിക്ക്. അങ്ങനെ നവീൻ വീണ്ടും വിളിക്കുവാണ്. വീണ്ടും ഗാഥ ഫോൺ എടുക്കാതെ കട്ട് ചെയ്യുവാണ് കേട്ടോ. അങ്ങനെ ഗാഥയുടെ പെരുമാറ്റം കണ്ട് സിത്താര ആകെ എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായമായി നിൽക്കുവാണ്. ഈ സമയം നവീൻ പറയണേ, ഗാഥയ്ക്ക് എന്നോടുള്ള ദേഷ്യം ഒട്ടും കുറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് അയാൾ ഫോൺ എടുക്കാത്തത്. അതിനി പെട്ടെന്ന് കുറയുകയില്ല. അന്നേരം സുമിത്ര പറഞ്ഞേ, അത് നീയാണോ തീരുമാനിക്കേണ്ടത്? പെൺകുട്ടികളുടെ മനസ്സെന്ന് നിനക്ക് നന്നായിട്ടറിയാമോ? നീ ഗാഥമൾക്ക് കുറച്ച് സമയം കൊടുക്ക്. അവൾ ഉറപ്പായും നിന്റെ പഴയ ഗാഥയായിട്ട് കളരിക്കിലേക്ക് ഉടനെ തന്നെ തിരിച്ചു വരും. നീ അതിന് കാത്തിരിക്കും. പിന്നീട് കാണിക്കുന്നത് വീട്ടിൽ തിരിച്ചെത്തുന്ന കൃഷ്ണനെയാണ് കേട്ടോ. കൃഷ്ണ അങ്ങനെ നേരെ റൂമിലേക്ക് എത്തുവാണ്. ഈ സമയം തങ്കം റൂമിൽ കിടന്ന് നല്ല ഉറക്കമായിരിക്കും. അമ്മയുടെ ആ ഉറക്കം കണ്ട് ശല്യപ്പെടുത്താൻ തോന്നാതെ കൃഷ്ണ പുറത്തേക്ക് വന്ന് നിൽക്കുവാണ്. അങ്ങനെ വരാന്തയുടെ അവിടെ വന്ന് നിൽക്കുമ്പോഴായിരിക്കോട്ടോ ഒരു കാറ് മുറ്റത്ത് വരുന്നത് കൃഷ്ണ കാണുന്നത്. ആ കാറിൽ നിന്നും നവീൻ്റെ മുത്തശ്ശി ഇറങ്ങി വരുന്നത് കണ്ട് കൃഷ്ണ ആകെ ഞെട്ടിപ്പോകുവാണ്. അന്നേരം കൃഷ്ണ പെട്ടെന്ന് അകത്തേക്ക് കയറാൻ തുടങ്ങുമായിരിക്കും. ഈ സമയം മുത്തശ്ശി, കൃഷ്ണമോളെ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുവാണ് കേട്ടോ. മുത്തശ്ശിയുടെ ആ വിളി കേൾക്കുന്നതും കൃഷ്ണ അങ്ങ് ഞെട്ടിപ്പോകുവാണ്. അങ്ങനെ കൃഷ്ണ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുക. മുത്തശ്ശി എന്നെ എന്താ വിളിച്ചത്? അന്നേരം മുത്തശ്ശി പറയണേ, കൃഷ്ണ എന്ന് മോളുടെ പേരതല്ലേ? എല്ലാ കാര്യങ്ങളും എനിക്കറിയാം മോളെ. കൃഷ്ണയും ഗാഥയും രണ്ടുപേരാണെന്നറിയാം. സർപ്പദോഷം മാറ്റാനായിട്ട് നീയാണ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നതെന്നും ആ പൂജകളെല്ലാം ഭംഗിയായി പൂർത്തിയാക്കി ഞങ്ങളുടെ കുടുംബത്തെ ശാപത്തിൽ നിന്നും മോക്ഷം നൽകി ഞങ്ങളുടെ ദേവതയാണ് നീയെന്നും ഞങ്ങൾക്കറിയാം. അങ്ങനെ മുത്തശ്ശിക്ക് സത്യങ്ങളെല്ലാം അറിയാമെന്നുള്ള കാര്യമെല്ലാം തുറന്നു പറയുവാണ് കേട്ടോ. അത് കേട്ട് വിശ്വസിക്കാനാവാതെ ഞെട്ടലോട് കുടുങ്ങി നിൽക്കുന്ന ആ കൃഷ്ണയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്